നമസ്കാരം. സലിമേട്ടൻ വന്നപ്പോൾ കൂടിയ ആൾ കാരണം എനിക്ക് അവസാനം ഇങ്ങോട്ട് വരാൻ പറ്റാതെ ഞാൻ കരുതിയ അവസാനം സലിമേട്ടൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ നമ്മൾ ഈ സെഷൻ പറഞ്ഞ സമയം മുതൽ കേട്ടോ സലിമേട്ട എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി അവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സലിമേട്ടൻ തമാശയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണല്ലോ. നമ്മുടെ സെഷൻ്റെ പേരും വെച്ചിരിക്കുന്നത് ചിരി ജീവിതത്തിലും സിനിമയിലും എന്നാണ്. അപ്പോൾ ചിരിയുടെ വകുപ്പുണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചേ, ഒരു ആക്ഷൻ ഹീറോയാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഇവരാരെങ്കിലും ഇവിടെ ഒരു തല്ലുപിടി ഉണ്ടാക്കി കാണിക്കണമെന്ന് വിചാരിക്കില്ലല്ലോ. ഇപ്പം ബാബു ആൻ്റണിയാണ് എൻ്റെ ഗസ്റ്റെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് 2 ചവിട്ടുതാ എന്നാരും പറയില്ല. ഒരു കരയുന്ന നടിയാണ് ഇവരാണെങ്കിൽ കുറച്ച് കരയിപ്പിച്ചോ എന്ന് പറയില്ല. പക്ഷേ ഈ ടി ജി രവി ആണെങ്കിൽ ആരും റേപ്പ് ചെയ്യാനും പറയൂല. അപ്പോൾ ഇതൊരു വലിയ സമ്മർദ്ദമല്ലേ സലിംകുമാർ എന്ന മനുഷ്യന്? അല്ല, എനിക്കൊരു സമ്മർദ്ദമില്ല. കാരണം ഇവര് ഭയങ്കര ചിരിയൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് വന്നേക്കണത്. അത് കഴിയുമ്പോൾ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ പറയണ്ട. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ സലിമേട്ടൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ തന്നെ ആ ചിരി വന്നോളും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ചിരി സിനിമയിലും ജീവിതത്തിലും ഒന്നാണല്ലോ. സലിമേട്ടൻ്റെ ജീവിതത്തിലാണോ സിനിമയിലാണോ കൂടുതൽ ചിരി? അത് ആലോചിക്കേണ്ട വിഷയമാണ്. ജീവിതത്തിൽ ചിരിയേക്കാൾ ഉപരി ഞാൻ കരഞ്ഞിട്ടേ ഉള്ളൂ. സിനിമയിലായിരിക്കാം ചിരിച്ചേക്കുന്നത്, മനസ്സറിഞ്ഞ് ചിരിച്ചേക്കുന്നത്. അതെൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ അത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ സിനിമയിലെ ചിരി കുറേയെങ്കിലും ജീവിതത്തിലേക്ക് എടുത്തിട്ടുണ്ടോ? ഇല്ല, സിനിമയൊന്നും ജീവിതത്തിലേക്ക് പകർത്തിയിട്ടില്ലല്ലോ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതാരാണ്? എൻ്റെ അമ്മയായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചേക്കണം എന്നെ ജീവിതത്തിൽ. സലിമേട്ടൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് 2 പേരോടാണ് നന്ദിയുള്ളത്. ഒന്ന് അമ്മയോട്, അതിപ്പം നമ്മൾ പലരും പറയുന്ന കാര്യമാണ്. രണ്ടാമത് ചിരിയോട് എന്നാണ്. അപ്പോൾ ഈ ചിരിയോടുള്ള നന്ദി നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കും? തമിഴ്നാട്ടിൽ വല്ലതാണെങ്കിൽ അമ്പലം ഉണ്ടാക്കായിരുന്നു ചിരിക്ക്. അല്ല, ചിരിയോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ വീടിന് ഞാൻ ലാഫിംഗ് വില്ല എന്ന് പേരിട്ടത്. ഞാൻ ആ വീടിൻ്റെ ഓരോ മണൽത്തരികളും ഉണ്ടാക്കിയത് ചിരിപ്പിച്ച് കിട്ടിയ കാശ് കൊണ്ടാണ്. അപ്പോൾ ചിരിയോടുള്ള നന്ദിയായിട്ടാണ് ഞാൻ അതിനെ ആ നാമകരണം ചെയ്തത്. അപ്പം ഈ സിനിമയിലാണ് കൂടുതൽ ചിരി ഉണ്ടായെന്ന് പറഞ്ഞു. ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സലിംകുമാറിൻ്റെ ഏറ്റവും ചിരിപ്പിച്ച സിനിമ ഏത്, കഥാപാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബുദ്ധിമുട്ടിപ്പോവും. ഒരുപാട് മനസ്സിലേക്ക് എന്നെ ഓർമ്മ വരും. സലിമേട്ടൻ എന്നെ കണ്ടിട്ട് ചിരി തോന്നിയ സലിം സിനിമ ഏതാണ്? ഞാനിപ്പോൾ മറ്റുള്ളവരുടെ ചിരി കണ്ടാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചേക്കണത്. എൻ്റെ സീനിൽ എൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന എൻ്റെ കണ്ണിലേക്ക് ശ്രദ്ധ പോവുള്ളൂ. എനിക്കൊരിക്കലും എൻ്റെ പടങ്ങൾ ആസ്വദിച്ചിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു വിമർശക ബുദ്ധിയിൽ ഞാൻ അവിടെ ശരിയായില്ല, എന്നെ തന്നെ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യും. അപ്പോൾ എൻ്റെ സിനിമകളൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും, ഒരു ആദ്യ കാഴ്ചയിലൊക്കെ. പിന്നീടൊക്കെയാണ് ചെസ് എന്ന പടം ഞാൻ ഒന്നത് സിനിമ കാണൽ കുറവാണ്. സിനിമ കാണൽ വളരെ കുറച്ച് സിനിമ കാണുന്ന ഒരു മനുഷ്യനാണ്. ചെസ് എന്നൊരു സിനിമ കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. എൻ്റെ 20 കൊല്ലം മുമ്പ് ഇറങ്ങിയതാ. അപ്പോൾ ദിലീപിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, നല്ല പടം ഉണ്ടാന്ന്. അപ്പോൾ ഏത് പടോടാ എന്ന് വെച്ചാൽ പറഞ്ഞു, ചെസ്. നീ ഇപ്പോഴേ കാണണുള്ള? അതെ. മീശമാധവ് ഞാൻ ഒരിക്കലും തീർത്ത് കണ്ടിട്ടില്ല. പലപ്പോഴും ടി വിയിൽ ഇത്തിരി കണ്ടിട്ട് ചിലപ്പോൾ അങ്ങനെ തീർത്ത് കണ്ടു കാണും. ആദാമിൻ്റെ മകൻ അബു ഇൻ്റർവെല്ലിന് ശേഷമാണ് ഞാൻ കണ്ടേക്കണത്. പിന്നെ ഡബ് ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഡബ് ചെയ്യുമ്പോൾ കാണും. അല്ലാതെ തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കാണുന്നത് വളരെ കുറവാണ്. ഈ ജീവിതത്തിലെ ചിരി കൊണ്ടുപോയിട്ടാണ് എന്നാണ് സലിമേട്ടനോട് പരിചയമുള്ള പലരും പറഞ്ഞത്. ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് പഞ്ച് ഡയലോഗൊക്കെ ഉണ്ടായിട്ടുള്ളത്. പലതും സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ കയറ്റി അങ്ങ് അടിച്ച് പോകാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിന്നെ ഓർക്കുന്ന കുറേ ഡയലോഗാണ് ഇപ്പോൾ കൊച്ചി എത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാണാൻ ലുക്കില്ല എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നമ്മളെല്ലാവരും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്ന ഡയലോഗുകളിലൊക്കെ എത്ര ശതമാനം സലിംകുമാർ ഇട്ടിട്ടുണ്ട്? അതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. എന്നെ തമിഴിൽ ഒരുപാട് ഓഫർ വന്നു. അപ്പോൾ ഞാൻ 2-3 പടം പോയി അഭിനയിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഈ സീനിൽ ഇന്നത് ചെയ്യാന്നുള്ളത്. എനിക്ക് ലാംഗ്വേജ് അറിയില്ല, ഭാഷ അറിയില്ല. ഭാഷ ഒരു കൊമേഡി വില്ലന് കുഴപ്പമില്ല, നായകന് കുഴപ്പമില്ല അന്യഭാഷയിൽ. പക്ഷേ ഒരു കൊമേഡിയൻ ചെയ്യുമ്പോൾ, കോമഡി റോളുകൾ ചെയ്യുന്ന ആളുകൾ ചെയ്യുമ്പോൾ
ആ ഭാഷയുടെ ആത്മാവ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ ഇന്ന സംഭവം ചെയ്താൽ നന്നായിരിക്കുമെന്ന്. പക്ഷെ എനിക്കത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മലയാളത്തിലാണെങ്കിൽ എനിക്ക് പറഞ്ഞ് ഇൻട്രാക്ട് ചെയ്തത് അവരെ ബോധ്യപ്പെടുത്താം. അപ്പോൾ ഒരു കോമഡി ചെയ്യുന്ന ഒരാൾക്ക് കയ്യിൽ നിന്ന് ഇടുക എന്നുള്ള സംഭവം അത് നമ്മൾ മാത്രമല്ല, എല്ലാ ജോലിക്കാരും. ഇപ്പോൾ നിങ്ങൾ വാർത്ത വായിക്കുമ്പോൾ വാർത്തയിലുള്ളതല്ല, കുറച്ച് അതിൻ്റേതായ എരിവും പുളിയൊക്കെ നിങ്ങൾ ഇടില്ലേ? അതെല്ലാത്തിനും ഇടും, അതിൻ്റേതായ ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ചിരി ഇത്ര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഈ സലിംകുമാറിനെ ആരെങ്കിലും കളിയാക്കിയാൽ അത് കേട്ടും ചിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചിരിക്കാൻ പറ്റും, ചിരിക്കാൻ പറ്റണം. അവനാണ് കലാകാരൻ. ഞാൻ ഒരിക്കലും എന്നെ വിമർശിച്ചവരെ ഒരിക്കലും മോശം വിളിക്കുകയോ ഞാൻ ഫോൺ വിളിച്ച് തെറി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവളോട് വളരെ മാന്യമായിട്ട് ആ സഹിഷ്ണുതയൊക്കെ എനിക്കുണ്ട്. അതായിരിക്കാം എന്നെ ഒരു കലാകാരനാക്കിയത്. അല്ലാതെ എന്താ, അവൻ്റെ അവകാശമാണത്, അവൻ്റെ അവകാശം. ഇപ്പം ഞാൻ ഇന്ന് രവീസിൽ ഒരു ഊണ് കഴിച്ചു. എനിക്ക് മീൻകറി എൻ്റെ ജീവിതത്തിൽ ഇത്ര നല്ല മീൻകറി ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ അപ്പം തന്നെ അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഷെഫിനെ വളരെ നന്നായിരിക്കുന്നു എന്ന്. അപ്പോൾ അഭിനന്ദനങ്ങൾ തന്നെ അപ്പം കൊടുക്കുകയും വിമർശനങ്ങൾ ഒന്ന് സ്വീകരിക്കുകയും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി വേണം, നടനായാലും ആരായാലും. സലിമേട്ടൻ അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? സലിമേട്ടനെ കളിയാക്കിയിട്ട് സലിമേട്ടൻ എന്നെ ചിരി വന്ന ഒരു അനുഭവം? ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിപ്പോൾ ഓരോന്ന് ഓർത്തെടുക്കാൻ എനിക്കിപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ചിരിയെ ഇത്രയും വലിയ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ചിരി കാരണം നല്ല പണി കിട്ടിയ സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഉദയകൃഷ്ണ CPK തോമസിൻ്റെ ഒരു പടത്തിന് പോയിട്ട് അവിടെ പോയിരുന്ന് ചിരിച്ച് അത് ആക്കി ചിരിയാണെന്ന് അവർക്ക് തോന്നുന്നത് കാരണം അവർ വെട്ടി അല്ലേ? അതെ. അപ്പം അത് ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റിയോ? അത് ചിരിച്ചുകൊണ്ട് നേടാൻ പറ്റിയില്ല. എൻ്റെ വേഷം പോയി. പക്ഷെ അന്നേരത്ത് ഞാൻ അറിഞ്ഞുകൂടാ, എനിക്കറിയില്ല. അപ്പോൾ വിഷമം ഉണ്ടായില്ല. അപ്പോൾ CBU ഉദയൻ, അപ്പോൾ ബാലു കരിയത്തിൻ്റെ ഒരു സിനിമയാണത്, മായാജാലോ, അങ്ങനെ മുകേഷ് ചേട്ടനാണ് ഹീറോ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എന്നെ ബാലു കരിയത്ത് പറഞ്ഞു, നല്ല വേഷമാണ്, നീ അവരുടെ അടുത്ത് നിന്ന് കഥ കേൾക്കാൻ പറഞ്ഞ്. ആ വേഷത്തിന് തന്നെ 3 പേരുണ്ട്. ഞാൻ ചെയ്യാൻ പോണ കലാഭവൻ മണി ചെയ്യേണ്ട വേഷം, അവന് തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ കഥ ഒന്ന് കേൾക്കാൻ പറഞ്ഞ് ഞാൻ CBU ഉദയൻ്റെ റൂമിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു, ഒരുപാട് പ്രാവശ്യം ചിരിച്ചു. ഞാൻ പോന്നു. അപ്പോൾ വേഷമില്ല എനിക്ക്. എന്നിട്ട് ബാലു കരുത്തിന് ചെറിയ വേഷം എന്നെ കിട്ടി ചെയ്യിപ്പിച്ചു. അത് നവാസ് ചെയ്തു, കലാഭവൻ നവാസ് ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പറയണത്, അവർ സലീമിൻ്റെ ചിരി ഒരു ആക്കിച്ചിരിയാണെന്ന് വിചാരിച്ച് അവന് റോള് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ചിരി ഒന്നിടാനായിട്ട്. അല്ല, അപ്പം ഇത് രണ്ടാമത് അറിഞ്ഞതിന് ശേഷവും ചിരിയിൽ കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. ഇല്ല, കിട്ടുന്ന ചാൻസ് എല്ലാം ചിരിക്കും. അതെ, ചിരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ സലിംകുമാറിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാചകം എന്ന് പറയുന്നത്, ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അതെ, ചിരിപ്പിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അതെ. അത് മാത്രമല്ല, ചിരി എന്ന് പറയുന്നത് ഒരു വികസന പ്രവർത്തനമാണ്. കാരണം 2 ഇഞ്ച് ചുണ്ട് 4 ഇഞ്ചാക്കുന്ന ഒരു വലിയ അതിനേക്കാൾ വലിയൊരു വികസന പ്രവർത്തനം ഇല്ല. ചിരിയൊക്കെ നമ്മുടെ സർക്കാരിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തി പിന്നെ ചിരിപ്പിക്കുന്നവർക്ക് പ്രത്യേക പൈസയൊക്കെ തരണം. അല്ല, ചിരിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും ധനസഹായം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിലെ ഈ മലയാളികളുടെ തമാശയോടുള്ളൊരു നിലപാടിനെ കുറിച്ച് എന്താണ് സലിമേട്ടൻ്റെ ഒരു അഭിപ്രായം? ഭയങ്കര മോശം നിലപാടാണ്. കാരണം നമ്മൾ മലയാളികൾ എന്തിന് വിമർശന ബുദ്ധിയോടുകൂടി കാണുള്ളൂ. അത് നമ്മുടെ ഒരു പൊതു തത്വമാണത്. അപ്പം ചിരിയെയും നമ്മൾ വിമർശന ബുദ്ധിയോട് കാണും. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതിൽ നിന്നിട്ട് ഉൽപ്പന്നമല്ല മലയാളി പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ ആ പ്രവൃത്തിയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് ചിരി. അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഉൽപ്പന്നം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ്. അപ്പോൾ കീറി മുറിച്ച് ആസ്വദിക്കുള്ളൂ. അതുകൂടാതെ ഈ തമാശ പറയുന്നവരെ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു രീതിയുണ്ടോ? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും തമാശയൊക്കെ കേട്ട് പെൺകുട്ടികൾ ഇഷ്ടം കാണിക്കും. പക്ഷെ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, നീ എന്താ സീരിയസ് ആവാത്തെന്നുള്ളതാണ്. പിന്നീട് തമാശ പറഞ്ഞ
അല്ല, തമാശക്കാർക്ക് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് പണ്ട് കാലത്ത് ഡയറക്ടർമാർ ഒരു ആൾ മരിച്ചു കിടക്കുന്ന സീനാണെങ്കിൽ അവിടെ തമാശക്കാരനെ ഉൾപ്പെടുത്തൂല. അപ്പോൾ ചോദിക്കുമ്പോൾ അത് ചിരിക്കുമെന്ന് അവർ. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി. തമാശക്കാരെ സീരിയസ് സംഭവങ്ങളിലേക്ക് അടുപ്പിക്കില്ലായിരുന്നു. പിന്നീട് ഇപ്പം കാലം മാറി, ഇപ്പോൾ അതൊക്കെ ജനങ്ങളും മാറി. ഈ ചിരി ഉപയോഗിച്ച് ചില ജീവിത സാഹചര്യങ്ങൾ നേരിട്ട കാര്യം കൂടി എനിക്ക് അറിയണമെന്നുണ്ട്. ഇപ്പം സലിമേട്ടൻ്റെ പുസ്തകത്തിൽ ഒരു സിനിമയിൽ നീ വരുവോളം എന്ന സിനിമയിലാണ് തോന്നുന്നു അഭിനയിക്കാൻ നേരത്ത് ടൈമിംഗ് ശരിയല്ല എന്ന് ഒരു നടൻ പറഞ്ഞു. അങ്ങനെ പേരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ അവസരം നഷ്ടമായി. പക്ഷേ ജീവിതത്തിൽ സ്വാധീനിച്ച നടന്മാരുടെ കൂട്ടത്തിൽ സലിമേട്ടൻ ആ നടൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് വ്യക്തിപരവും മറ്റൊന്ന് ഔദ്യോഗികവുമാണ്. അദ്ദേഹം ആ സമയത്ത് അങ്ങനെ ചെയ്തു എന്നോട്. അത് ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ഔദ്യോഗികമായിട്ട് അദ്ദേഹം നല്ല നടനാണ്. എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചൊരു നടനാണ്. സിനിമാ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലല്ല, സിനിമാ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരാളാണ്. അതില്ലെന്ന് പറയാൻ പറ്റുമല്ലോ. ഇപ്പം എൻ്റെ ഒരു ശത്രുവായതിൻ്റെ പേരിൽ ഒരാൾ മോശം നടനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് നല്ല നടൻ തന്നെയാണ്. ശത്രുതയൊക്കെ ശത്രുത ഒന്നും കേട്ടോ, എനിക്ക് യാതൊരു ശത്രുതയില്ല അദ്ദേഹത്തോട്. എനിക്ക് സ്നേഹവും ബഹുമാനവും തന്നെ ഇന്നുള്ളൂ. എന്തോ അതങ്ങനെ എൻ്റെ കാലക്കേടായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒന്നും മനസ്സിൽ വെക്കാറില്ല? ഒരിക്കലും ഇല്ല. എന്തിനാണെന്നേ അങ്ങനെ ശത്രു വെച്ചിട്ട് എനിക്കെന്ത് നേട്ടം കിട്ടും? അതൊക്കെ അങ്ങ് ചിരിച്ചു കളയും. അതത്രേ ഉള്ളൂ. ശത്രു വെച്ചിട്ട് എനിക്ക് നേട്ടം കിട്ടുമെങ്കിൽ ഓക്കെ. ഞാനിപ്പോൾ ജയമോഹനോട് ശത്രു വെച്ചിട്ട് എനിക്ക് എന്ത് ലാഭം കിട്ടാനാ? ഒരു 10,000 രൂപ മാസം കിട്ടിയെങ്കിൽ ഒരാളോട് ഞാൻ ശത്രുത വെച്ച് വളർത്താം. എന്തിനാണതേ? ഇല്ല. ഈ ചിരിക്ക് ഉള്ള ഒരവസരവും പാഴാക്കാത്ത സലീം കുമാറിന് പക്ഷെ ആദ്യം സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ഒരു വലിയ ചിരിയായിരിക്കും കൂടെ ഉള്ളൊരു പ്രതീക്ഷിച്ചത്. പക്ഷെ താങ്കൾ ഒറ്റയ്ക്ക് പോയി കരയുകയാണ് ചെയ്തത്. അപ്പോൾ ചിരിക്ക് ഉള്ളൊരു പരിമിതിക്ക് അപ്പുറം നിൽക്കുന്ന ഒന്നാണോ ഈ കരച്ചിൽ? അതെ, ഒന്നാമത്തെ എനിക്ക് അവാർഡ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ദിലീപിന് അവാർഡ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് കമൽ സാർ പച്ചക്കുതിര എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഇത് അവാർഡ് പ്രഖ്യാപനം കമൽ സാർ പറഞ്ഞു, നമുക്ക് ഇത് ചെയ്യാൻ അവാർഡ് പ്രഖ്യാപനം കേൾക്കാം. ദിലീപിന് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കയറി ആ ഹോട്ടലിൻ്റെ റിസപ്ഷനിലെ ടി വിയുടെ ഫ്രണ്ടിലിരിക്കുകയാണ് എല്ലാവരും കൂടി. അത് ബലം പ്രഖ്യാപിച്ചപ്പോൾ മോഹൻലാലാണ് ബെസ്റ്റ് ആക്ടർ. അതോടുകൂടി അവിടെ ഒരു മ്ലാനതയായി. കാരണം മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, അദ്ദേഹം അർഹതപ്പെട്ടതാണ്. പക്ഷേ ദിലീപിന് കിട്ടിയില്ലല്ലോ, അയാൾ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ വളരെ വിഷമത്തോടെ അഭിനയിക്കണം, അല്ലാണ്ട് എന്താ അഭിനയം? അല്ലാണ്ട് നമുക്കെന്താണ് ദിലീപിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ യൂണിറ്റ് മൊത്തം അഭിനയിക്കുകയാണ് അങ്ങനെ. രണ്ടാമത്തെ ഫലം വന്നപ്പോഴാണ് സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ സലീം കുമാർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര കയ്യടിയായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സിബി മലയിൽ ജൂറി ചെയർമാനാണ്. എന്നെ അഭിനയിക്കാൻ അറിഞ്ഞുകൊടുന്ന് പറഞ്ഞു വിട്ട ആളാണ് ജൂറി ചെയർമാനായിട്ട് രണ്ടാമത്തെ നടനുള്ള അവാർഡ് തരുന്നത്. അത് കണ്ടപ്പോൾ കാലത്തിൻ്റെ ഒരു കളി എന്ന് വെച്ചാൽ അത് ഭയങ്കരമാണ്. അതാണ്. അപ്പോൾ നമ്മൾ ഒന്നിലും നിരാശപ്പെടരുത്. നിങ്ങൾ ജീവിതമുള്ള കാലം വരെ പോസിറ്റീവ് ചിന്തകളായിട്ട് തന്നെ മുന്നോട്ട് പോയ ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ച് കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. നിങ്ങൾ ആഗ്രഹിച്ചത്. ഇപ്പം ഈ പോസിറ്റിവിറ്റി പറഞ്ഞല്ലോ, ഇത് സലീം കുമാർ ഇപ്പം ഈ 55ാം പിറന്നാളിൻ്റെ അന്ന് ഒരു പോസ്റ്റ് ഇട്ടു. അതത്ര പോസിറ്റീവായിട്ട് നമുക്ക് തോന്നിയില്ല, ഒരു അസ്തമയത്തെയൊക്കെ പറ്റി സൂചനയായിട്ട്. അത് എന്തിനായിരുന്നു? പോസിറ്റിവിറ്റി കുറവല്ലേ അതിൽ? അത് പോസിറ്റിവിറ്റി കുറവാണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് ശരിയാ, അത് സത്യമാണത്. നമ്മൾ ഈ ഇരിക്കുന്ന ജനങ്ങൾ, ഈ മുഴുവൻ ആളുകളും ഒരു നദിയിലൂടെ, ഒരു കടലിലൂടെ, ഒരു തോണിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇത് ഒരിക്കലും ഒരു ചുഴിയിൽ നമ്മൾ അകപ്പെടും. നമുക്ക് മുമ്പ് പോയിട്ടുള്ളവരൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലുണ്ടെങ്കിൽ ഈ അന്യരെ ദ്രോഹിക്കില്ല. എനിക്ക് മരണമില്ല എന്നൊരു ചിന്ത വരുമ്പോഴാണ് അവനെ ശരിപ്പെടുത്തി കളയുക, മറ്റവനെ ശരിപ്പെടുത്തി കളയുക. അപ്പം മരണം, അത് എല്ലാ വേദങ്ങളും പറയുന്നുണ്ട്. മരണം വരുന്നാളിൽ മർത്യ എന്നൊക്കെ എല്ലാ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അന്യരെ ദ്രോഹിക്കുന്നതിലേക്ക് കുറച്ച് കുറങ്ങൾ വരുത്താൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഉറമ്പിനെ പോലും ഞാൻ നോക്കാറില്ല.
കാരണം മനസ്സിനെ അങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഒരാളെ പോലും നോവിക്കരുത്, കാരണം ഇത് നൈമിഷികമാണ്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവനാണ്. ഇത് പോസിറ്റീവ് അല്ലേ? ആൾക്കാർ പറയും അത് നെഗറ്റീവാണെന്ന്. അപ്പം യഥാർത്ഥ നെഗറ്റീവും പോസിറ്റീവും അറിയാത്ത ആൾക്കാരാണ് എനിക്ക് മരണമുണ്ടെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാ ഇല്ലേ? അല്ല അതങ്ങനെ ചോദിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ 55 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഹോർത്തോസ് വേദിയിൽ ടി പത്മനാഭം വന്നിരുന്നു. 96ാമത്തെ വയസ്സാണ്. 8 വയസ്സായ ഒരു കുട്ടി മരിച്ചു. അതിനും വലുതല്ലല്ലോ 55. അപ്പൊ പ്രായം ഒരു ഘടകമല്ല. പ്രായം ഒരു ഘടകമേ അല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം മരിക്കപ്പെട്ട ഒരു മലയാളി വേറെ ഇല്ല. എത്ര പ്രാവശ്യം എന്നെ കൊന്നത്? ആ കൊന്നിട്ട് എന്നെ വിളിക്കണ് മരിച്ചാന്ന് ചോദിക്കാനായിട്ട്. അത് എനിക്കല്ല, എനിക്ക് ചിരിയാണ് വന്നത്. എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നേ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുറച്ച് ദിവസം അവർക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. 16 മറ്റേ സഞ്ജയനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ലീവ് എടുക്കായിരുന്നു. പക്ഷെ അവര് നിരാശപ്പെട്ടു പോയി. സലിംകുമാർ മരിച്ച അവധി കിട്ടുമെന്നൊക്കെ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വിളിച്ചു ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പലതവണ സോഷ്യൽ മീഡിയയിൽ മരിച്ചത് കാരണം മരണം അങ്ങ് മടുക്കേണ്ടതല്ലേ? കുറേ തവണ മരിച്ചില്ലേ എന്ന് വിചാരിക്കേണ്ടതല്ലേ? അല്ല, അതങ്ങനെ മടുപ്പിക്കാനുള്ളതല്ല. അത് വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വന്നിരിക്കും. അതിന് നമുക്ക് ലെറ്റർ കൊടുക്കുകയോ ക്ഷണിക്കുകയോ ഒന്നും വേണ്ട. പല രൂപത്തിൽ പല ഭാവത്തിൽ വന്നിരിക്കും. അപ്പോൾ നമുക്കിനി ഈ സിനിമയിലേക്ക് തന്നെ വന്നാൽ, സിനിമയിൽ 90കളുടെ വെള്ളം സോറി, തൊണ്ട വരണ്ടതാണ്. നമ്മുടെ സിനിമയിലെ തമാശയിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ സലിമേട്ടൻ എപ്പോഴും പുതിയ സിനിമാക്കാരുടെ, ചെറുപ്പക്കാരുടെ ഒരു ഇഷ്ട പരീക്ഷണ ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവസാനം തല്ലുമാല എന്നുള്ള സിനിമയിലൊക്കെ ഇടയ്ക്ക് വന്ന് ഇതാക്കുന്ന കണ്ടു. പണ്ട് വിനീത് ശ്രീനിവാസൻ കോളേജിൽ കാത്തു നിന്ന് തന്നെ പാട്ട് ചെയ്തപ്പോഴും അതിലെ നായകനായിരുന്നു. അപ്പോൾ സിനിമയിലെ മാറ്റങ്ങളും അതിലെ തമാശയിലെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുള്ള ആളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പണ്ട് നമ്മൾ ഒരുപാട് ചിരിച്ച ഒരുപാട് സീനുകളെ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ചില നിയമങ്ങൾ വെച്ച് ആലോചിക്കുകയും ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇൻ ഹരിഹർ നഗർ സിനിമയിൽ ആ നായികയുടെ കുളിസീൻ നോക്കാൻ പോകുന്നൊരു രംഗമുണ്ട്. ഫിലോമിന അത് കണ്ടിട്ട് പറയുന്നതും അതൊക്കെ കേട്ട് നമ്മൾ ഒരുപാട് ചിരിച്ചതാണ്. പക്ഷെ ഇപ്പം വന്നൊരു വിമർശനം, അത് കണ്ട് നമുക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? അത് ഭയങ്കര സ്ത്രീവിരുദ്ധമായ ഒരു സംഗതിയല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സലിമേട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ ചിരിയെ നമ്മൾ രണ്ടാമത് ആലോചിച്ച് മാറ്റേണ്ട കാര്യമുണ്ടോ? അല്ല, സ്ത്രീവിരുദ്ധത തന്നെയാണ്. അതിന് ന്യായീകരണമൊന്നുമില്ല. അതെന്തൊക്കെ പറഞ്ഞ ന്യായീകരണമൊന്നുമില്ല. പക്ഷേ ഒരു ചിരി കിട്ടുമ്പോൾ, സഭ്യമായ രീതിയിൽ ഒരു ചിരി കിട്ടുമ്പോൾ അതിൻ്റെ മറ്റു വശങ്ങൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഉൽപ്പന്നമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നല്ല സാധനം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച ചിരി നമുക്ക് ആസ്വദിക്കാം. ഇതേപോലെ തന്നെ സ്ത്രീവിരുദ്ധയോ അസഭ്യമായിട്ടുള്ളോ ഇതൊക്കെയാണ്. ഞാൻ അസഭ്യം പറയാൻ വളരെ കുറച്ച് മാത്രം ശ്രദ്ധിച്ച ഒരാളാണ്. പിന്നെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചില സിനിമയിൽ പറയിപ്പിച്ചിട്ടുണ്ട്. അത് പറയിച്ചവരെ തിരിച്ച് അസഭ്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാനത് പറഞ്ഞു തരാം. എന്നോട് ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞു. ആ ഡയലോഗ് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പറയില്ലെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് റൈറ്റർ അതിൻ്റെ ക്യാമറമാൻ തന്നെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടറോട് ഞാൻ പറഞ്ഞു അത് പച്ചത്തെറിയാൻ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഷൂട്ടിങ് ഫോട്ടോ വെച്ചില്ലേ നിർത്തി വെച്ചിട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞു സലീം അത് അവർ പറയട്ടെ, അവരനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പുള്ളിയും അതിൻ്റെ മധ്യസ്ഥയിൽ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറയാം, എനിക്ക് ഇപ്പോഴല്ല, ഞാൻ 25 വർഷം കഴിയുമ്പോൾ ഒന്ന് നാണം കെടേണ്ടി വരും. ഏകദേശം 25 വർഷം ആകുമ്പോൾ 25 വർഷം കഴിയുമ്പോൾ ഞാനൊന്ന് നാണം കിടും ഈ ഡയലോഗ് പറഞ്ഞതിൻ്റെ പേരിൽ. അപ്പോൾ ആ ഡയറക്ടർ ചോദിച്ചു എന്താ അത്? അതായത് ഈ പടം ഇപ്പം തിയേറ്ററിലൊന്നും ഓടാൻ പോണില്ല, ആരും കാണുകയില്ല. ഇത് 25 വർഷം കഴിയുമ്പോൾ TV യിൽ വരും. അപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണ പ്രായമൊക്കെ ആയി കാണും. അപ്പോൾ അവൻ്റെ
പെണ്ണിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോഴായിക്കുള്ളൂ ഈ പടം വന്നത് ടി വിയിൽ. അത് കണ്ട് ഞാനൊന്ന് നാണം കിടുമെന്ന് പറഞ്ഞു. എന്നിട്ടും മാറ്റിയില്ല അവർ, ഇട്ടു. എന്താ ചെയ്യുക? അങ്ങനെ നിർബന്ധിച്ചിടണല്ലാണ്ട് അസഭ്യമായിട്ടുള്ള ഒന്നിനൊന്നും എടുത്തു നോക്ക്. അത് 1-2 പടങ്ങളിലുള്ളൂ. അല്ല, ഈ പുതിയ കാലത്ത് ആൾക്കാർ ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട്, ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തമാശ പറയാനൊരു പേടി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. അല്ല, ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇവർ ചെയ്യണം എന്താണ്? പച്ചത്തെറി പറയുക. ഇവര് മാന്യമായിട്ടാണ് ചെയ്യുന്നത്. റേപ്പും അതും ഇതും ഒക്കെ എന്തൊക്കെയാണ് പച്ചക്ക് ചെയ്യവർക്ക്. നേരത്തെ ഒരു ചെറിയ മറയുണ്ടായിരുന്നു, ഇപ്പൊ മറയില്ല. ഇവരെന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ ആളുകൾ തന്നെ. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കോമഡി പടം പറഞ്ഞ ഇല്ല. പണ്ട് എന്തോരം കോമഡി പടങ്ങളായിരുന്നു. ഇപ്പൊ കോമഡി ഒരു ആദ്യ അവസാനം ചിരിക്കാനുള്ള, ആദ്യം പോട്ടെ അവസാനം പോട്ടെ മധ്യത്തിലെങ്കിലും ചിരിക്കാനുള്ള സംഭവമില്ല. പക്ഷെ ഇടയ്ക്കൊരു ഡാർക്ക് സിനിമകൾ വന്ന സമയമുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് കോമഡി പടം വരും. ഇപ്പോൾ പ്രേമലു ഇവിടെ വിജയിച്ചത്, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ പോലുള്ള സിനിമകളിലൊക്കെ ചിരി വലിയൊരു ചിരി ഉണ്ടാകാം. പക്ഷേ ഒരു പഴയകാല സിനിമകളിലെ ചിരിയില്ല എന്തായാലും. ഇപ്പം ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായീകരണം പറഞ്ഞിരിക്കും. ഞാൻ ഒരുപാട് ചിരിച്ചൊരു പടം കണ്ടിട്ട് ഒരുപാട് കാലമായി. പഴയ സിനിമ തമാശകൾ തന്നെ ആവർത്തിക്കുക, പഴയ തമാശകൾ തന്നെ. ഞാൻ പടങ്ങളുടെ പേര് പറയുന്നില്ല, ആ പടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുള്ളൂ. ഒരു പുതിയ കോമഡിയിലൊരു പുതിയ തരംഗം ഉണ്ടാക്കാനായിട്ട് ചെറുപ്പക്കാർക്ക് സാധിക്കുന്നില്ല. അവർ നല്ല മിടുക്കന്മാരാണ്, അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഫൈറ്റ് അതെല്ലാം ബാക്കിയെല്ലാം കഥാപരമായിട്ട് അതിൻ്റെ മേക്കിംഗ് ഒക്കെ മിടുക്കന്മാരാണ്. പക്ഷെ കോമഡി ഭയങ്കര പ്രശ്നമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും അനുഭവങ്ങളില്ല. അനുഭവങ്ങളുള്ളവനെ കോമഡി ഉണ്ടാവുകയുള്ളൂ. കാരണം ദാരിദ്ര്യത്തിൽ നിന്നാണ് കോമഡി വരുന്നത്. ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ എല്ലാ പടങ്ങളിലും നോക്കിയോ ദാരിദ്ര്യത്തിലാണ്, അതിൽ നിന്നാണ് കോമഡി. ആരുടെ ജീവിതത്തിലായാലും, ഇപ്പോൾ നമ്മുടെ സിനിമയിലാണെങ്കിൽ തന്നെ വേലക്കാരി ജാനു, ഹെഡ് കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയൊക്കെ ആയിരുന്നു പഴയ കാലത്ത്. ഒരു സബ് ഇൻസ്പെക്ടറോ IG ഒന്നും തമാശക്കാരെല്ലാം സാധാരണക്കാരായിരിക്കുള്ളൂ. അപ്പം ഇവർക്ക് നമ്മുടെ മക്കൾക്ക് ഒരു ദാരിദ്ര്യമൊക്കെ അനുഭവിക്കാതെ വളർത്തുന്ന ആളുകളാണ് അത്. സത്യം ഇംഗ്ലീഷുകാരുടെ കോമഡിയാണ് അവർ കാണുന്നത്. അത് കാണണ്ടെന്നല്ല, അപ്പം നമ്മുടെ മണ്ണിൻ്റെ ഒരു മണം അതിനുണ്ടാവില്ല. അവർ കാണുന്ന സിനിമകൾ വിദേശ സിനിമകളാണ്, അവർ കാണുന്ന സീരിയൽ വിദേശികളുടെ സീരിയലാണ്. പിള്ളേർ നോക്കിയോ, അവർ പോകാൻ ആഗ്രഹിക്കുന്നത് വിദേശത്തേക്കാണ്. അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള റൈസ് അല്ല, കുഴിമന്തി പോലെ യമനി ഫുഡാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അത് തന്നെയാണ്. നമ്മുടെ കേരളമായിട്ടുള്ള ബന്ധം സാവകാശം വിട്ടിട്ടിരിക്കുകയാണ്. എൻ്റെ മക്കളിരുന്ന് ഇംഗ്ലീഷ് സീരിയലാണ് കണ്ടിരുന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മലയാള സിനിമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അപ്പോൾ അതും കണ്ടാൽ വളരെ നന്നായിരുന്നു, അതുകൊണ്ടാണ് അരി വാങ്ങിച്ച് തിന്നിരുന്നതെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. എവിടെ അവർ ഇംഗ്ലീഷ് സീരിയലും ആണ് കാണുന്നത്. അല്ല, ചിരി സിനിമയുടെ കാര്യം മാത്രമാണോ? ഇപ്പോൾ ശരിക്ക് ചിരി വരുന്നത് പല വഴിക്കാണ്. ഇപ്പോൾ നമ്മുടെ സാധാരണ ആൾക്കാർ പോലും ഒരു നർമ്മം ഉണ്ടെങ്കിൽ ഒരു മൊബൈൽ ഓൺ ചെയ്ത് അവർക്കൊരു തമാശ ഉണ്ടാക്കാം. അത്തരത്തിലുള്ള റീലുകളും സാധനങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരിക്കും സെലിബ്രിറ്റി തന്നെ ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാമുകളിലെ സ്കിറ്റുകളൊക്കെ കണ്ട് ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സിനിമയിലെ മാത്രം ഒരു പ്രശ്നമാണോ, അതോ എല്ലായിടത്തും ഈ ചിരി കുറയുന്നുണ്ടോ? എല്ലായിടത്തും ചിരി കുറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലും ചിരി കുറയുന്നുണ്ട്. കാരണം കൂടെ ഇരുന്ന് ഇതിൽ നോക്കി ചിരിക്കല്ലാതെ കൂടെ ഇരുന്ന് തമാശ പറഞ്ഞ് ചിരിച്ചിട്ട് എത്ര കാലമായി നമ്മൾ ഇതിൽ നോക്കിയിട്ടാണ് ചിരിയും കരച്ചിലൊക്കെ ഉണ്ടാക്കുന്നത്. ലോക തട്ടിപ്പാണ് ഈ പറയുന്ന ഓൺലൈൻ എന്താണ് ഫേസ്ബുക്ക് എന്നൊക്കെ പറയണത്. ഈ ഷുഗറിന് മരുന്ന് കണ്ടുപിടിച്ചാൽ ആരായാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഒരു നോബൽ സമ്മാനം. ഫേസ്ബുക്ക് തുറന്നാൽ മുഴുവൻ കേരളത്തിൽ ഷുഗറിൻ്റെ മരുന്നുകാരാണ്. ആ ഇല അരച്ച് വരട്ടി, ഈ ഇല അരച്ച് വരട്ടി എന്നൊക്കെ അത് കച്ചവടം ചെയ്യാണ്. ഇതാര് കൊടുത്ത അവകാശം? 5 കൊല്ലം MBBS പഠിച്ച ഡോക്ടർമാർ ചെയ്യുന്ന ജോലി വെറുതെ നടക്കുന്ന പെണ്ണുങ്ങൾ ഇരുന്നിട്ട് ആ ഇല പിടിച്ച് ഈ ഇലയും കൂടി പൊടിച്ചിട്ട് ഷുഗറിന് മരുന്നെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്.
അത് വാങ്ങിക്കാൻ ആളുകളുണ്ട്. അത് നമ്മുടെ സാക്ഷര സമ്പന്നമായ കേരളത്തിലാണെന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. കേരളീയർക്ക് ഒരു പ്രശ്നമില്ല ഇപ്പോൾ. എന്താ അതിന് മെയിൻ പ്രശ്നം? ഫുഡ് എവിടെ കിട്ടുമെന്ന് അറിയില്ല. അതിന് ഫുഡ് വ്ളോഗർമാർ ഇവിടെ നല്ല ഉണ്ടമ്പലും ചായയും കിട്ടും. ഗെയ്സ് ഇവിടെ നല്ല അലുവ മീൻകറിയും കിട്ടൂടാ. അങ്ങനെ വൃത്തികെട്ട കോമ്പിനേഷൻ. ഒരു നല്ല കോമ്പിനേഷനാണ്, കുഴപ്പമില്ല. ആ ഫുഡിന്റെ ഇപ്പൊ കോഴിക്കോടിനൊക്കെ ഒരു സംസ്കാരമുണ്ട്, ഒരു ഫുഡ് ആഹാരത്തിന്റെ കാര്യത്തിൽ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നുമില്ല. അലുവ മീൻകറിയും കൂട്ടി ഗെയ്സ് നല്ലതാണ് ഗെയ്സ് കഴിക്ക് ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ചായക്കട പേര് കേട്ടിട്ടുണ്ട? ചായക്കടകളുടെ കുഞ്ഞുമോന്റെ അപ്പന്റെ ചായക്കട, അളിയന്റെ മോന്റെ ചായക്കട. പണ്ട് എന്തൊക്കെയായിരുന്നു? ഹോട്ടൽ വൃന്ദാവനം അല്ലേ? ഹോട്ടൽ ഹരേ കൃഷ്ണ ഹരേ രാമ. അങ്ങനെ ഭക്തി നിർഭരമായ പേരുള്ള സമയത്താണ് എല്ലാ ചായക്കട തന്നെയാണ്. ആദാമിന്റെ മോന്റെ ചായക്കട എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ നിനക്ക് നല്ല പേരിട്ടൂടെ? എന്നിട്ട് നാടൻ പൊറോട്ട കിട്ടുമെന്ന്. ഫോറിനിൽ എത്ര രാജ്യത്താണെന്ന് അറിയാമോ പൊറോട്ട? ഒരു നാടൻ ഇട്ടിട്ടുണ്ട്, നല്ല നാടൻ കപ്പ ഒഴുകിയിടുന്നു. അങ്ങനെ ഓരോ നാടൻ ഇടും. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാണ്. അല്ല, സലിമേട്ടന് അറിയാമായിരിക്കും, ഈ പഴയ കാലത്തിരുന്നിട്ട് പുതിയ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നവരെ ഇപ്പോൾ അമ്മാവൻ, തന്തവൈബ് എന്നൊക്കെയാണ് പുതിയ തലമുറ വിളിക്കുന്നത്. അതൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പഴയ കാലഘട്ടക്കാരെ അമ്മാവനെന്ന അപ്പൂപ്പനെന്ന് എന്ത് വേണം വിളിക്കട്ടെ. ഈ പുതിയ ഈ 2K ചിൽഡ്രൻസ് എന്ന് പറഞ്ഞ ആൾക്കാരാണല്ല, അവർ എന്താണ് കണ്ടുപിടിച്ചേക്കണത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചവരല്ല, അത് അവരുപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് അവരല്ല, അത് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വർഗം, അതാണ് ന്യൂജൻ. ഇവര് പറയട്ടെ, ഇവര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗേസ് ഇവിടെ നല്ല ചായ കിട്ടും ഗേസ്, ഉണ്ടമൊരു കിട്ടും ഗേസ് എന്നല്ലാതെ ഞാൻ ഇന്നത് കണ്ടുപിടിച്ചു, ഈ തലമുറ കണ്ടുപിടിച്ചു ഒന്ന് പറഞ്ഞതാ. നിങ്ങളുടെ കയ്യിൽ മൈക്ക് വരുമല്ലോ, യുവജനങ്ങൾ ആരും ഇവിടെ ഉണ്ടല്ലോ, അവരൊന്ന് പറഞ്ഞു തന്നാ എനിക്ക്. അതെ, അവസരം മൈക്ക് കിട്ടുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് ചോദിക്കണമെന്നുണ്ട്. ഒന്ന്, സലിംകുമാർ നമുക്ക് വെറും നടൻ മാത്രമല്ല, വളരെ ഗൗരവമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളിൽ സംസാരിക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കളുടെ ആ പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് തോന്നി, ഇപ്പം സലിംകുമാർ ജന്മന ഒരു ഹിന്ദുവാണ്, പക്ഷേ താങ്കളെ മുസ്ലിമായിട്ട് തെറ്റിദ്ധരിച്ച ഒരുപാട് ആൾക്കാരോട് താങ്കളത് തിരുത്താനും പോകാറില്ല. അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് പറയുകയും ചെയ്യും. ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഭാര്യയോട് ചെയ്യുന്നത് ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടാണ്, ക്രിസ്ത്യൻ പള്ളിയുടെ. പെന്തക്കോസ്തയുടെ പ്രാർത്ഥന കണ്ടിട്ട് അതിൽ ആകൃഷ്ടനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവിധ മത അനുഭവമുള്ള സലിംകുമാർ ഇപ്പോൾ ഈ ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന തർക്കങ്ങൾ കാണുമ്പോൾ എന്തായിരിക്കും ആലോചിക്കുക? ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചതെങ്കിലും എനിക്കിപ്പോൾ ഒരു ജാതി സംഘടനയും ഞാൻ മെമ്പറല്ല. എൻ്റെ മക്കളും അല്ല, എൻ്റെ മക്കളെ അങ്ങനെ വളർത്തിയിട്ടില്ല. അപ്പോൾ ജാതി ഒരു മനുഷ്യന് ഒരു ആവശ്യമില്ലാത്ത സാധനമോ. ജീവിതത്തിൻ്റെ എവിടെയാണ് ആവശ്യം വന്നേക്കണത്? കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു സംഘടന, മതസംഘടനയുടെ ഒപ്പ് വേണം. സ്ത്രീധനം കൊടുക്കണത് എഴുതി വെക്കാൻ വേണ്ടി, അത് എൻ്റെ മോക്ക് ഇത്ര പകൻ സ്ത്രീധനം ഞാൻ സ്വർണം ഞാൻ കൊടുത്തു എന്ന് ഈ സംഘടന എഴുതി വെക്കും. പിന്നെ ഡൈവേഴ്സ് ആകുമ്പോൾ അത് തിരിച്ചു കൊടുക്കണമല്ലോ, അതിനു വേണ്ടി. അപ്പം ഡൈവേഴ്സ് ആവാൻ കാരണത്തിന് ആ സംഘടന ഉള്ളത്, അല്ലാണ്ട് വേറെ എന്തിനാ? ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറയണത് ഇതൊക്കെ എന്താ പറയുക, ഒരു പറ്റ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള അഭ്യാസ പ്രകടനം, അങ്ങനെ അതിനെ കാണുന്നുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ വിശ്വാസം സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭാര്യ രണ്ടാമത് ഗർഭിണിയായ സമയത്ത് അത് അമ്മയുടെ ആത്മാവാണ് എന്ന് വിശ്വസിച്ചു. അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ സലിംകുമാർ? എനിക്കുണ്ട്. ഈശ്വരവിശ്വാസമില്ല, എൻ്റെ അമ്മയുടെ ഒരു ആത്മാവ് ജീവിച്ചിരിക്കുന്നുണ്ട് ഇവിടെ, അതെനിക്കുണ്ട്. ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ അമ്മയെ വിളിച്ചുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ അമ്മയെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, അതേപോലെ ഈശ്വരനെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മനെ ഞാൻ ഈശ്വരനായിട്ട് കണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മയെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എത്ര ഇത് വന്നാലും
ഞാൻ എൻ്റെ അമ്മയെന്ന് കണ്ടിട്ടുള്ളൂ. ഞാൻ ഭക്തനായിരുന്നു, ഭയങ്കര ഭക്തനായിരുന്നു. 18 വർഷം ഞാൻ ശബരിമലക്ക് പോയ ഒരാളാണ്. അപ്പോൾ എനിക്കെല്ലാം ആരുടെയും ഭക്തി ഞാൻ കുറ്റം പറയല്ല. ഇതെല്ലാം കച്ചവടമാണെന്ന് മനസ്സിലായി. നമുക്കൊരു ക്യൂവിൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരനെ ഫസ്റ്റ് കാണാം. എന്നാണ് ഭഗവതിക്ക് ഒരു തുണ്ട് ഭൂമി സംഭാവന കൊടുക്കാൻ. ഒരു തുണ്ട് ഭൂമിക്ക് നമ്മുടെ അടുത്ത് തെണ്ടേണ്ട ആളാണ് ഭഗവാനൊക്കെ. നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഭഗവാന് പായസവും പപ്പടമൊക്കെ കൊടുക്കണം. നമുക്കൊന്നും തന്നില്ല എന്തായാലും. നമ്മൾ പോകണം നമ്മുടെ പട്ടിണി മാറ്റാണ്. ദൈവമേ ഞങ്ങൾ രക്ഷിക്കണേ, എന്തെങ്കിലും ആഹാരം തന്നെ എന്ന് പറയുമ്പോൾ അവിടെ അത് കേൾക്കണമെങ്കിൽ നെയ് പൈസ എഴുതണം. പുള്ളിക്ക് വന്ന പുള്ളി സാപ്പിടണ്ട, അതുമില്ല. അപ്പം ഇതൊക്കെ വെറുതെ എന്താണ്, നാളെ എന്തെന്നറിയാത്ത മനുഷ്യരുടെ ഉത്കണ്ഠയാണ് ഭക്തി. അത്രേ ഉള്ളൂ. ഒരു നാളെയെക്കുറിച്ച് അവർക്ക് അറിയില്ല. അപ്പം അവർ എന്തിനെങ്കിലും പിടിക്കണമല്ലോ. ഞാൻ പറഞ്ഞു സ്വന്തം അമ്മനെ പിടിച്ചാൽ മതി, അതിനേക്കാൾ വലിയൊരു ദൈവം ഈ ലോകത്തില്ല. അതിലെ തന്നെ പറയുന്നുണ്ട്, ഈ സോമൻ സ്വാമി എന്നൊരാളെ കാണാൻ പോയിട്ട് ഇപ്പൊ തമാശയായിട്ടാണെങ്കിലും പറയുന്നുണ്ട് അമ്മയുമായിട്ട് സംസാരിക്കണമെന്ന്. ശരിക്കും അങ്ങനെ അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ എന്തായിരിക്കും സലിംകുമാർ ചോദിക്കുക? ഒന്നുമില്ല. എന്താണ് അവിടെ അമ്മ? ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗമുണ്ട് നഗരമുണ്ട് എന്നൊക്കെ. അങ്ങനെ വല്ലതും ഉണ്ടാ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിൻ്റെ പുഴ, ഒന്ന് പാലിൻ്റെ പുഴ, ഒന്ന് മദ്യത്തിൻ്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകി വന്നത്. അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോഴല്ലേ അതിൻ്റെ സൗന്ദര്യമുള്ളൂ. അല്ല പുഴയെ കൂടി പാലൊഴുകി വന്ന്. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്ര ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? അങ്ങനെ ഇവർ കണ്ടിട്ടില്ല. ഇവരാരും കണ്ടിട്ടില്ല. ഇതെന്താണെന്ന് അറിയില്ല. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം. അതിന് സ്വർഗത്തിൽ പോകണം. ഞാൻ പറഞ്ഞ തെറ്റായി പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ശ്രീലങ്കയിൽ ഞാൻ ഒരു ദിവസം പോയപ്പോൾ, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ശ്രീലങ്ക, ഞാൻ കുടുംബമൊക്കെ ആയിട്ട് പോകാറുണ്ട്. അവിടെ ചെന്നൊരു ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ ഒരു 2-3 വർഷമായിട്ടുള്ളത് ശ്രീലങ്കയിലെ ബോംബ് ഹോട്ടലിലൊക്കെ. അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത്. 7 പേര് മരിച്ചോടെ ഹോട്ടലിൽ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു നേഴ്സുണ്ട്, എൻ്റെ സുഹൃത്ത്. അപ്പോൾ അവളോട് ഈ വിശദവിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ അവിടെ ബോംബ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പുറട്ടേക്കണം. അതാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തായെന്ന് അന്വേഷിച്ചപ്പോൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുതല്ല, ശരീരം ചിന്നിച്ചെറിയ ഒരു കുഴപ്പമില്ല. അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് വിശ്വാസം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രാഷ്ട്രീയം കൂടെ പറയാൻ തോന്നുന്നു. രാഷ്ട്രീയം ഒട്ടും മറച്ചു വെച്ചിട്ടില്ലാത്ത ഒരാളാണ് സലിംകുമാർ. ഇപ്പോഴാണെങ്കിൽ അടുത്തിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് കാലം ഇപ്പോൾ LDF-നോടെ നിന്ന അൻവർ മാറി ഇപ്പുറത്ത് വരുന്നുണ്ട്, സരിൻ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സലിംകുമാറിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എനിക്കൊരു മാറ്റമില്ല. മാറിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ടാകും. അല്ല, എല്ലാ പാർട്ടിയും കണക്കാ. അപ്പൊ എന്തിനാണ് ഞാൻ മാറണത്? ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ചു. ഇനി അതിലും നല്ലതാണോ മാർക്സിസ്റ്റ് പാർട്ടി? അല്ല. അതിലും നല്ലതാണ് BJP. എല്ലാം കണക്കാ. ആൾക്കാർ മാറ്റി എല്ലാം കണക്കാണ്. പിന്നെ എന്തിനു ഞാൻ മാറണം? എനിക്ക് തോന്നുകയാണ് ഇത് ബെറ്ററാണ്, ഇതിലും ബെറ്ററാണ്. അധികാരം കിട്ടിയൊക്കെ കക്കും. അതിന് കോൺഗ്രസ് ഇല്ല, BJP ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. സാധാരണക്കാരന് എന്നും സാധാരണക്കാരനായിട്ട് ഇരിക്കും. അപ്പം ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട്, എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായി, ഞാൻ കോൺഗ്രസ്സുകാരനായി, ഇപ്പോൾ എത്ര ഉള്ളൂ. അപ്പം അച്ഛനോടുള്ള വാക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മരണം വരെ കോൺഗ്രസ് ആയിരിക്കുക. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് പ്രത്യേകത കോൺഗ്രസിനുള്ളത്? ഒരു പ്രത്യേകതയില്ല. ഞാൻ അതിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങൾക്ക് ഒന്നിനും നടന്നിട്ടുമില്ല. അതിൻ്റെ കൂടെ ഈ സലിംകുമാർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ വേറെ ചില നടന്മാരെ ശ്രദ്ധിച്ചാൽ അവരുടെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ലാതെ സൈബർ സ്ഥലത്തൊക്കെ
ആക്രമിക്കപ്പെടുന്നത് കാണാം. അതിപ്പം ഉണ്ണി മുകുന്ദനായിക്കോട്ടെ അല്ലെങ്കിൽ പിഷാരടി ഇങ്ങനെയുള്ളവരെല്ലാവരും. പക്ഷേ സലിമേട്ടനെ അങ്ങ് വെറുതെ വിട്ടേക്കാണ്. ആരും ഒന്നും അങ്ങനെ ആക്രമിച്ച് കാണാറില്ല. ആഗ്രഹിക്കാറുണ്ടോ? അല്ല, എന്നെ ആക്രമിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. എന്നെ ആക്രമിച്ചിട്ട് അമേരിക്കൻ ആരെങ്കിലും ആക്രമിക്കോ? തട്ടിക്കളയോന്നറിയാം. അതാ ഞാൻ എന്നെ അതല്ല, എന്നെ അവർ അംഗീകരിച്ചതാ. ഇപ്പം ആരാണ് മാർക്സിസ്റ്റുകാരാണ് നമ്മളാക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പിക്കാർ, കോൺഗ്രസ്സുകാരെന്ന രീതിയിൽ അവർ എന്നെ അംഗീകരിച്ച ഞാൻ മാർക്സിസ്റ്റുകാരുടെ സാംസ്കാരിക സമ്മേളനത്തിന് പോകും. അവിടെ EMS സംസ്കാര വേദിയുടെ പറവൂരത്തെ രക്ഷാധികാരിയാണ് ഞാൻ കോൺഗ്രസ്സുകാരാണെന്ന് അവർക്കറിയാം. എന്നിട്ട് ഞാൻ അവരോടുള്ള സമീപനത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ രാഷ്ട്രീയം വേറെ, സാംസ്കാരികം വേറെയാണ് എൻ്റെ. അപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മട്ടന്നൂർ സ്വീകരണം തന്നത് DYFകാരാണ്. ഇന്നേ വരെ കോൺഗ്രസ്സുകാർ ഒരു സ്വീകരണം തന്നിട്ടില്ല. അവരാണ് തന്നത്, DYF ആണ് തന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ രാഷ്ട്രീയത്തിൽ. ഈ രാഷ്ട്രീയ സാമൂഹ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ആളെന്ന രീതിയിൽ ഒരുപാട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ വരാറുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ആഞ്ഞടിച്ചേക്കാമെന്ന് സലിമേട്ടന് തോന്നാറുണ്ടോ? എങ്ങനെ? ഈ നടക്കുന്ന ഓരോ കാര്യങ്ങളെ, സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് ആഞ്ഞടിക്കാം, ശക്തമായി പ്രതികരിക്കാം എന്ന് തോന്നാറുണ്ടോ? അല്ല, ആഞ്ഞടിച്ചിട്ട് കാര്യമില്ല. ഒരു ബഹുജന പ്രക്ഷോഭമൊക്കെ എന്നെ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഞാനെന്തിനാണ് ആഞ്ഞടിക്കുന്ന ഒറ്റയ്ക്ക് ഇരുന്നിട്ട്? ഞാൻ ആഞ്ഞടിച്ച് ഞാൻ തന്നെ വീഴുള്ളൂ. അതിനപ്പുറത്ത് ഈ സമൂഹം അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചൊക്കെയാണ്. അണികളുണ്ട്, എല്ലാ പാർട്ടികൾക്കും അണികളുണ്ട്. ഒരു ഒറ്റയാൾ പട്ടാളത്തിനൊക്കെ നേരിടാൻ അവർക്ക് നിസ്സാരമായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെന്തിനാണ് വേണ്ടാത്ത പണി കേൾക്കണത്? ഇപ്പോൾ ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കുറേ വിവാദമൊക്കെ വന്നല്ലോ. അപ്പോൾ സലിമേട്ടന് എന്താ തോന്നിയത്? അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പറയാൻ പറ്റുമോ അതിനെ കുറിച്ചിട്ട്? ഇനി അതിൻ്റെ പുറകെ തൂങ്ങണം. ഈ സ്ത്രീ പീഡനങ്ങൾ ഇത് ആദ്യമായിട്ടല്ല. അല്ല, അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? പക്ഷെ ഇങ്ങനെ പുറത്ത് വരുന്നതും അതിനെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതും ആദ്യമായിട്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. സ്ത്രീകൾക്ക് അവിടെ സ്വാതന്ത്ര്യത്തോടെ ധൈര്യത്തോടെ ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നൊരു മേഖലയാവണം. സിനിമ മാത്രമല്ല. സിനിമയിൽ മാത്രമാണോ? ഈ വാർത്താ ചാനലുകളില്ലേ, രാഷ്ട്രീയത്തിലില്ലേ. അപ്പൊ ഇത് ആണുള്ളടത്ത് നടക്കുന്ന സംഭവമാണ്. ഈ സംഭവങ്ങൾ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? സിനിമയിലുള്ള ആളെന്ന രീതിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത് സിനിമാ രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ. അല്ലല്ല, ഞാൻ സിനിമാക്കാരൻ എന്നതിലുപരി ഞാൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന പീഡനങ്ങളെ എതിർക്കേണ്ടത്. അത് സിനിമാക്കാർക്ക് മാത്രം പീഡിപ്പിക്കാൻ ആരും അവകാശം കൊടുത്തിട്ടില്ല. അല്ല, മുമ്പ് ഈ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പഴയ നടിയായിരുന്ന മീന ചേച്ചി ഒരുപാട് വിഷമങ്ങൾ സൽമാനോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് ഈ ഇപ്പൊ കേൾക്കുന്ന പോലത്തെ വിഷമങ്ങളായിരുന്നു? അത് തന്നെ ഇതിൻ്റെയൊക്കെ പ്രാകൃത രൂപം, അത്രേ ഉള്ളൂ. കാലം മാറിയെന്ന് മനുഷ്യർക്ക് പുരോഗതി ഉണ്ടായിട്ടില്ല. ഇതൊരു പെണ്ണിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങളൊക്കെ തന്നെയാണിത്. അത്രേ ഉള്ളൂ. അത് സിനിമയിൽ നിന്ന് മാത്രമല്ലെന്നേ. ഈ സിനിമ നടികൾ അല്ലെങ്കിൽ നാടക നടികളൊക്കെ മോശക്കാരാണെന്നുള്ള അഭിപ്രായം പൊതുധാരണയാണ്. ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ പെൺകുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ പച്ചത്തെറി പറയുന്നത്. ദുബായിൽ വെച്ചിട്ട് ഒരാൾ പച്ചത്തെറി പറയുന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അവരുടെ അച്ഛനുണ്ട്, അവരുടെ അമ്മയുണ്ട്, ഇവരുടെ കൂട്ടത്തിൽ നിന്നിട്ടാണ് തെറി പറയുന്നത്. അതൊരു ഒരു ഒരു എന്താണ് രീതി വൈകൃതം എന്നൊക്കെ പറഞ്ഞവരെ ഒരു സുഖമാണത്. അങ്ങനെ കുറച്ച് പേരുണ്ട്. കുറച്ച് പേര് അവരുടെ ആരാധനയോടെ കാണുന്ന ആൾക്കാരുണ്ട്, കുറച്ച് പേര് ഇങ്ങനെ കാണുന്ന ആൾക്കാർ. അതൊരു കാരണം മലയാളത്തിൻ്റെ ആദ്യ നടി, വിഗതകുമാരിൽ അഭിനയിച്ച നടി, സിനിമ കഴിഞ്ഞിട്ട് അറിയാമല്ലോ, ഒരു ലോറിക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോകേണ്ട വന്നു. ഈ സമൂഹം കൊടുത്ത സംഭവമാണ്. അവരെ സിനിമ പോലും മര്യാദക്ക് കാണിച്ചില്ലെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് എന്നോട് ഈ കോഴിക്കോട്ടുള്ള ശാരദയെടുത്തില്ലേ, അബ്ദുൽ ഖാദറിൻ്റെ വൈഫ് ചാന്തയെടുത്തി അല്ലേ, അബ്ദുൽ ഖാദർ. അപ്പം എന്നോട് പറയാണ്, അതിലേ പോകുമ്പോൾ ആളുകൾ പറയും, ദേ കൂത്തുകാരുത്തി പോണു എന്ന് പറയും മോനെ എന്ന് പറയുന്നത് ഈ അവസാന കാലത്ത്. അപ്പം അങ്ങനെയാണ് ആളുകൾ അവരെ കണ്ടേക്കണത്, നടികളെ. പഴയ കാലത്ത് ഇപ്പം കുറച്ചും കൂടി
ഇതാണെന്ന് തോന്നുന്നത്. എന്നാലും ഉണ്ട് ഫേസ്ബുക്കിൽ കൂടി ഒരു സീരിയൽ നടനും നടിയും കല്യാണം കഴിച്ചിട്ട് എന്തൊക്കെ ആവശ്യമാണ് പറയുന്നത്. നമ്മൾ സാക്ഷര സമ്പന്നരായ ആളുകളാണ്. അവരെ മോശമായിട്ടുള്ള അവരുടെ സെക്ഷ്വൽ ലൈഫ് വരെ അതിനകത്ത് എഴുതിയിട്ട് ഇയാൾക്ക് ഇതിന് കഴിയുമോ എന്നൊക്കെ എന്ത് കാര്യമാണത്? അങ്ങനെ ഒരു കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത് തെറ്റൊന്നുമല്ലല്ലോ. നമുക്കിനി സലിമേട്ട കുറച്ച് ചോദ്യങ്ങൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാം. ഹലോ, നമസ്കാരം. ഹലോ, ഓഡിയൻസിന് 3 ക്വസ്റ്റ്യൻസ് വരെയാണ് ചോദിക്കാൻ ടൈം ഉള്ളതുള്ളൂ. ഓക്കെ, ചോദിക്കുന്നവർ ക്വസ്റ്റ്യൻസ് മാക്സിമം ഷോർട്ടാക്കി ചോദിക്കാനായിട്ട് പരിശ്രമിക്കുക. സെലിമടമ്മ പറഞ്ഞു ഞാൻ അച്ഛനായ കോൺഗ്രസ്സുകാരനായതിനെ കൊണ്ട് കോൺഗ്രസ്സുകാരനായതാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിലോ സെലീമിനാട്ടൻ്റെ ഒരു എഴുത്തിലോ ഞാൻ ഇൻ്റർവ്യൂവിലാന്ന് തോന്നുന്നു വായിച്ചിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ട്. പറവൂരിൽ സെലീമേട്ടൻ്റെ ആ ഡിവിഷനിലോ ആ വാർഡ് തെറ്റാണ് കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം കോൺഗ്രസ് വിജയിക്കുക. അന്നൊരു ഗംഭീര പ്രകടനം നടന്നു പോകുന്നുണ്ട് സലീമേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ്. അന്ന് സലീമേട്ടന് ആ പ്രകടനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് സലീമേട്ടന്. എന്നിട്ട് സലീമേട്ടന് കാറിൽ കയറിയിട്ട് ബാക്കിൽ കാറിൽ കയറിയിട്ട് പ്രകടനം കാറിനുള്ളിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ സലീമേട്ടന് വൈകാരികപരമായിട്ടും ആദർശപരമായിട്ടും കോൺഗ്രസിനോട് താല്പര്യമുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പം സലീമേട്ടൻ പറയുന്നു അച്ഛനായതിന് കോൺഗ്രസ്സുകാരനായതിനെ കൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ സലീമേട്ടൻ്റെ മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ. അപ്പോൾ അത് തന്നെയാണ് വൈകാരികം എന്ന് പറഞ്ഞത്. എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായി, അതിൻ്റെ പേരിൽ ഞാൻ കോൺഗ്രസ്സുകാരനായി, അത് വൈകാരികമല്ലേ? അല്ല, അതിൻ്റെ ഒരു ആദർശ ചിന്താഗതികളോടൊന്നും വലിയ താല്പര്യമില്ല എന്നാണോ? എല്ലാ പാർട്ടിയുടെയും നമുക്കൊരു പാർട്ടി വേണം. ഇത് പിൽക്കാലത്ത് തോന്നിയ ബുദ്ധിയാണ്. ഞാൻ കോൺഗ്രസിൻ്റെ അവിടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ആളാണ്. അല്ലാതെ ഞാൻ രാഷ്ട്രീയം പ്രവർത്തിക്കാത്ത ഒരാളല്ലായിരുന്നു. പിൽക്കാലത്ത് തോന്നിയതെല്ലാം കണക്കാണെന്നേ, എല്ലാം അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ കോൺഗ്രസ്സുകാരനല്ലെന്ന് പറഞ്ഞില്ല, വൈകാരികമല്ലെന്ന് പറഞ്ഞില്ല. അടുത്ത സലിമേട്ട, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യം അങ്ങനെ വരും പോവും, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഒരു 10 കൊല്ലമായിട്ട് പല പല അസുഖങ്ങളുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്താൽ മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സലീമേട്ട, എൻ്റെ പേര് ഫഹീം എന്നാണ്, കോഴിക്കോട്ടുകാരനാണ്. ചോദ്യം പറയാണ്, സൂപ്പർ സ്റ്റാറുകളുടെ ഈ ഫിലിമിലുള്ള സൂപ്പർ സ്റ്റാറുകളുടെ മൗനം ഏതു രൂപത്തിലാണ് സലീം കുമാർ എന്ന സിനിമാ നടൻ കാണുന്നത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെയുള്ള പൊളിറ്റിക്സിൽ സൂപ്പർ സ്റ്റാറുകളുടെ മൗനം, അവർ സിനിമയിൽ ഭയങ്കര ഡയലോഗ് അടിക്കുകയും എന്നാൽ പിന്നെ ജീവിതത്തിൽ മൗനം എത്രത്തോളം സലീം കുമാർ എത്രത്തോളം അതിനെ ഏത് രൂപത്തിലാണ് കാണുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാറിലേക്ക് പോകുന്നു? ബാക്കി ആരൊക്കെ പ്രതികരിച്ചു? ആരൊക്കെ നിങ്ങൾ പറ, വേറെ എത്ര നടന്മാർ പ്രതികരിച്ചു? അപ്പൊ സൂപ്പർ സ്റ്റാറുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കയറി പിടിക്കുക, അവർ തന്തക്ക് വിളിക്കുക, അത്രേ ഉള്ളൂ. അവരെന്തിന് പ്രതികരിക്കണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല, ഇല്ലേ? കുറച്ച് ഭാഗങ്ങളൊഴികെ ബാക്കി വന്നു. എന്തേ കുറച്ച് ഭാഗം? അപ്പൊ നിങ്ങൾ സർക്കാരിനോടേക്ക് എന്തേ കുറച്ച് ഭാഗം വിട്ടു? നിങ്ങൾക്ക് മുഴുവൻ വിട്ടൂടെ? എന്നിട്ട് സൂപ്പർ സ്റ്റാർ ഇത്തരം പേരുകൾ വന്നിട്ടുണ്ട്. ഈ പേരുകൾക്ക് ഇത് എന്തേ നിങ്ങൾ പറയുന്നില്ല? ആദ്യം ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ഗവൺമെന്റിന് എതിരാണ്. അതെ അതെ, അല്ല, ഉയർന്ന ആളെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകൾ ഉയർന്ന ആളുകളൊന്നല്ലോ. അവിടെ എല്ലാവരും സമന്മാരാണ്. അല്ല, അങ്ങനെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. പിന്നെ എങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചപ്പോൾ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ അവരെ കുറിച്ച് നമുക്കുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാൻ പാടില്ലേ? അവർ കൃത്യമായിട്ട് ഉത്തരം പറയാറുണ്ടോ? പറഞ്ഞിട്ടില്ല. ഒരു കാര്യത്തെയും പ്രതികരിക്കാറില്ല. അവർക്ക് എപ്പോഴും മൗനമാണ്. അങ്ങനെയാണ് പൃഥ്വിരാജും പ്രതികരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം എടുക്കാം. ഹലോ സാറേ, സാറിപ്പം പറഞ്ഞല്ലോ ഒരു കുറേ കാലം വിശ്വാസിയായിരുന്നു, പിന്നെ ശബരിമലയിൽ പോയിരുന്നു, മാലയിട്ട് ശബരിമലക്ക് പോയ എല്ലാ വിഷയവും. പക്ഷെ സാറിപ്പം വിശ്വാസത്തിലൊന്നും ചെയ്യുന്നില്ല. അമ്മയാണ് സാറിന് ദൈവമായിട്ട് കാണുന്നത്. അപ്പം സാറിൻ്റെ ജന്മത്തിന് അച്ഛനും അമ്മയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. സാർ അച്ഛനെ പ്രാർത്ഥിക്കാറില്ലേ?
ഞാൻ അമ്മയാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ അച്ഛനെ പ്രാർത്ഥിക്കാറില്ല എന്ന അർത്ഥമില്ല. നമ്മൾ ഒരു സങ്കല്പം, അമ്മയെന്ന സങ്കല്പം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അച്ഛനെ പ്രാർത്ഥിക്കാറില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 പെണ്ണുങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒന്ന് എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച എൻ്റെ അമ്മക്ക്, ഒന്ന് എനിക്ക് വേണ്ടി മരിച്ച് ജീവിക്കുന്ന എൻ്റെ ഭാര്യക്ക്. ഈ 2 പേർക്ക് മുമ്പിലാണ് അപ്പൊ എൻ്റെ ഭാര്യ ഇവിടെ അതെ, രോമാഞ്ചം കൊള്ളയാണ് ഭാര്യ ഇരുന്നിട്ട്. ഇത് ഞാനിപ്പോൾ ഇരുന്ന് പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ പുസ്തകത്തിൽ ഈശ്വര വഴക്കില്ല പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് ഞാൻ 2 വരി എഴുതിയിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലാണ്ട് അച്ഛനെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ബ്രദർ. ഓക്കെ, ഒരു ചോദ്യം കൂടി മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം. സലീമേട്ട, ഞാനാ. സിനിമയിൽ എല്ലാവരും ചിരിപ്പിച്ചിരുന്ന സലീമേട്ടൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്റ്റെക്ക് അനുഭവിച്ചിട്ടുണ്ടോ? അതായത് സലീമേട്ടൻ്റെ സങ്കടങ്ങൾ പോലും തമാശകളായി കണ്ടുകൊണ്ടിരുന്നൊരു കൂട്ടം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ സങ്കടങ്ങളായി കാണുന്ന കൂട്ടത്തിനോടൊപ്പമേ ഞാൻ ചേരാറുള്ളൂ. തമാശയോട് കാണുന്ന കൂട്ടത്തിനോടൊപ്പം ഞാൻ ചേരാറുള്ളൂ. ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ സ്നേഹിതന്മാരൊക്കെ എൻ്റെ സങ്കടത്തിൽ കരയുന്ന ആളുകൾ തന്നെയായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തോടു കൂടി നമ്മൾ ഈ ചിരി നിറഞ്ഞ വർത്തമാനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൽമാൻ തന്നെ മറ്റേ ഡയലോഗിൽ പറഞ്ഞാൽ കേരള ഫയർഫോഴ്സിനും നാട്ടുകാർക്കും എൻ്റെയും മണവാളൻ്റെയും നന്ദി. അപ്പോൾ കോഴിക്കോട് എൻ്റെ ഈ ചെറിയ ഒരു ഇൻട്രാക്ഷൻ കാണാനെത്തിയ നിങ്ങളുടെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചിരി എന്നെന്നും തുള്ളിപ്പി നിൽക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.